ഹായ് മക്കളെ, എല്ലാവരും ഇതാ വീണ്ടും പഠനം കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അത് മാത്രമല്ല, നമ്മുടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് NMMS വലിയൊരു രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സാറ്റ് മാറ്റ് ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാമിലേക്ക് നോക്കുമ്പോഴായിക്കോട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ് ബയോളജിയിലെ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ സെല്ലിനെ പറ്റിയിട്ടും ടിഷ്യൂസിനെ പറ്റിയിട്ടും, അതായത് കോശങ്ങളെ പറ്റിയും കലകളെ പറ്റിയിട്ടുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, നമ്മുടെ സെൽ ബയോളജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് 9th-ലേക്കും 10th-ലേക്കും അത് മാത്രമല്ല +1 +2-ലേക്കൊക്കെ ഭയങ്കരമായിട്ട് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്മസ് എക്സാമിലേക്ക് പോകുമ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നല്ലോണം വരുന്ന ഒരു ചാപ്റ്ററാണിത്. മാത്രമല്ല നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് വരാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചപ്പോൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യത്തെ ചാപ്റ്ററിൽ അഗ്രികൾച്ചറാണ് പഠിച്ചത്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എവല്യൂഷൻ, പരിണാമത്തെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ 3ാമത്തെ ചാപ്റ്റർ എന്നാൽ അത്യാവശ്യം വലിയ ചാപ്റ്ററുമാണ്. ചില കൺഫ്യൂഷൻസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സെൽ ഓർഗനൽസ്, ഏതൊക്കെയാണ് കോശത്തിലുള്ള അവയവങ്ങൾ, മൈക്രോസ്കോപ്പും അതിൻ്റെ ഭാഗങ്ങളും, അത് കൂടാതെ തന്നെ ടിഷ്യൂസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്നാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് ഏറ്റവും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് വൃത്തിയിൽ നമുക്ക് വരച്ച് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് മാക്സിമം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ യോദ്ധ ബാച്ച് തന്നെയാണ്. അപ്പോൾ യോദ്ധ ബാച്ചിൽ ഡെയിലി ലൈവ് ക്ലാസ്സസും എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഈ ചാപ്റ്ററിനെയൊക്കെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്താണ് പഠിക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചൊരു എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തറവായിട്ട് പഠിച്ചു പോകാം. പിന്നെ മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട് 7ാം ക്ലാസ് വരെ പഠിച്ച രീതിയിലുള്ള ചോദ്യങ്ങളല്ല വരുന്നത്, കുറച്ച് കുഴപ്പം പിടിച്ച ചോദ്യങ്ങളാണ്. പക്ഷേ ഓണപരീക്ഷയ്ക്ക് വന്ന മിസ്റ്റേക്സ് ഒക്കെ മാറ്റിക്കൊണ്ട് ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ കൂടാതെ നമ്മുടെ NMMS കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ബ്രഹ്മോസ് ബാച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മോസ് ബാച്ചിലേക്ക് വരുന്നവർക്ക് ഈ കോൺസെപ്റ്റ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനും കുറേ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് പറ്റും. ഫ്രീ ബാച്ച് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ വേഗം തന്നെ യോദ്ധ ബാച്ചിലേക്ക് വരിക. NMMS സ്റ്റുഡൻസിന് ബ്രഹ്മോസ് ബാച്ചും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പേൾ വീഡിയോസും ഉണ്ട്, റെക്കോർഡഡ് ആയിട്ട് കിട്ടുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് ഉപയോഗിക്കാം, നോട്ട്സുകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. സോ വൈസ് ആയിട്ട് തന്നെ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ വേഗം തന്നെ യോദ്ധ ബാച്ചിലേക്ക് വരിക, ബ്രഹ്മോസ് ബാച്ചിലേക്ക് വരിക. സീ യു സൂൺ.